ഹലോ, ഇന്ന് ഒന്ന് രണ്ട് ടിപ്പുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ പഴുത്ത ചക്കയുടെ കുരു അവിടെ വെച്ചാൽ കുറേ കഴിയുമ്പോൾ അത് ഉണങ്ങി അതിൻ്റെ ജലാംശമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അത് മുറിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ചക്കക്കുരുവാണിത്. അപ്പോൾ അതിന് നമുക്ക് നല്ല പുതിയ ചക്കക്കുരുവാക്കിയെടുക്കാനൊരു മാർഗ്ഗമുണ്ട്. ഇതൊക്കെ മുറിച്ച് നല്ല വെള്ളത്തിൽ തലേന്ന് രാത്രി കുതിർത്ത് വയ്ക്കുക. ഞാൻ രാത്രിയാണ് വയ്ക്കുന്നത്, രാവിലത്തേക്ക്. അല്ല, നിങ്ങൾക്ക് ഇനി രാത്രിത്തേക്ക് വേണമെങ്കിൽ രാവിലെ കുതിർത്ത് വെച്ചാലും മതി. ഇപ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് ഇതിൻ്റെ വെള്ളം ഒരല്പം കലക്കുണ്ടാവും, ഒരു മണമോ ഒന്നും ഉണ്ടാവില്ല. ഈ ചക്കക്കുരുവൊക്കെ കണ്ടോ, നല്ല പുത്തൻ ഫ്രഷായിട്ട് വരും. വീട്ടിൽ ചക്കക്കുരു ഇങ്ങനെ ഉണങ്ങിപ്പോയെങ്കിൽ ഒരിക്കലും കളയാതിരിക്കുക. ഇതൊരു വെള്ളത്തിൽ കഴുകിയെടുത്തപ്പോൾ കണ്ടോ ഇങ്ങനെയായി. ഇനി ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ചക്കത്തോരനോ ചക്ക മെഴുക്ക് പുരട്ടിയോ അല്ല മുരിങ്ങയില ചേർത്ത് കറിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ ഇപ്പോൾ ധാരാളം മാങ്ങയുടെ സീസണാണ്, വാങ്ങിയതായാലും വീട്ടിലുള്ളതായാലും. അപ്പോൾ ഒരുപാട് മാങ്ങയാകുമ്പോൾ നമ്മൾ ഒരു പക്ഷേ കളയും. മാങ്ങ കഴിച്ച് കുറേ കഴിയുമ്പോൾ നമുക്ക് മടുക്കും. അപ്പോൾ എന്തു ചെയ്യും? ചിലപ്പോൾ കെട്ടുപോകും. അപ്പോൾ ഇതൊന്നും കേടാകുകയോ ഒന്നും ചെയ്യാതെ നമുക്കിതൊക്കെ മുറിച്ച് വെറും പഞ്ചസാര മാത്രമിട്ട് മിക്സിയിലടിച്ച് ഇതുപോലെ പാത്രത്തിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുക. ഒരു വർഷം വരെയും കേടാകാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആരെങ്കിലും വന്നാലൊക്കെ ഫ്രീസറിൽ നിന്ന് കുറച്ച് മുൻപേ എടുത്ത് അല്പം പാല് ചേർത്ത് ഇതുപോലെ ഷേക്കാക്കി കുടിക്കാം. അടുത്ത മാമ്പഴക്കാലം വരുന്നത് വരെ നമുക്ക് വീട്ടിലെ മാങ്ങയാണെങ്കിൽ സ്വന്തം മാങ്ങയുടെ രുചിയും നമുക്ക് എന്നും അറിയാൻ പറ്റും. ചെയ്യാത്തവർ ചെയ്തു നോക്കുമല്ലോ.